ഇന്ന് രാവിലെ തന്നെ കാറിൽ കുറച്ച് പെയിൻറ്റിൻ്റെ പണിയുള്ളതുകൊണ്ട് തന്നെ കൈ മൊത്തം പെയിനും ടർപ്പനും ആയിരുന്നു. അതുകൊണ്ട് മൃദുലയാട്ടോ എനിക്ക് ഫുഡ് വരുത്തി തരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഖലീഫ കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഇത് ഇറങ്ങുമ്പോൾ തന്നെ കാണണം എന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തതാണ്. പക്ഷേ അമ്പുക്കുട്ടിക്ക് പനി ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ പോകാൻ പറ്റും മനസ്സിലായിരുന്നു. പിന്നെ ബുക്ക് ചെയ്തുകൊണ്ട് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വീട്ടിലിരുന്ന് അമ്പൂട്ട് ഉറങ്ങത്തില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അമ്പൂട്ടൻ കാറിലിരുന്നാലും കയ്യിലിരുന്നാലും ഉറങ്ങിക്കോളും കേട്ടോ. ഈ ടൈമിൽ നമ്മൾ മൂവി കാണാൻ വേണ്ടി പോകുന്നത് ഇപ്പം തന്നെ ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കുവാണ്. പക്ഷേ നമ്മൾ മൂവി തുടങ്ങുമ്പോഴത്തേക്കും അവൻ ആശം നല്ല ഉറക്കമായിക്കോളും കേട്ടോ. അതുകൊണ്ട് ഉറക്കപ്പിച്ചേരാണ് അമ്പുക്കുട്ടി. അപ്പം പടം എന്തായാലും തുടങ്ങി. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആവറേജ് മൂവി ആയിട്ട് കേട്ടോ. പിന്നെ പടത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും അത് എടുത്തു പറയണം, ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. അമ്പുക്കുട്ടി ഉറങ്ങും എന്നായിരുന്നു നമ്മുടെ ഒരു പ്രവചനം. പക്ഷേ അവ ഉറങ്ങിയില്ല ഗൈസ്. അപ്പം മുട്ടാനും കുരുത്തക്കേടായിരുന്നു. അവനിനി അടിയും പാട്ടൊക്കെ ഉള്ള പടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസൊക്കെ കളിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോൾ എന്താ ഇവിടെ പോപ്കോൺ കൊണ്ട് ഫേഷ്യൽ ചെയ്തു ഗൈസ്. ഇനി മേലാൽ എൻ്റെ അടുത്ത് പോപ്കോൺ വാങ്ങലെന്ന് മൃദുല എന്നെ താക്കീതും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവനെ ആവി പിടിക്കാൻ വേണ്ടി പോയി. ലാസ്റ്റ് ആവി പിടിച്ചതാവട്ടെ മൃദുല കേട്ടോ. രണ്ടുപേർക്ക് വയ്യല്ലോ, അപ്പോൾ ആരെയിലൊക്കെ ഒരാൾ പിടിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ലവ് ചെയ്യാൻ ബൈ.